കർത്താവിൻ്റെ ഉടമ്പടിയുടെ അടിസ്ഥാന വചനം എന്തായിരുന്നു അറിയാവോ? എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ. ആദ്യത്തെ ഒരു പാപം ചെയ്തവരായിരിക്കാം നമ്മൾ. പക്ഷെ നമുക്ക് അനുതപിക്കാനുള്ള ഇതുപോലുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അത് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആളുടെ കാര്യമാണ്, ഏശാവിന്റെ കാര്യമാണ്. ഒരു ഗ്ലാസ് പാൽപ്പായസത്തിന് വേണ്ടി കടിഞ്ഞൽ അവകാശം വിറ്റ ഒരു പന്നിയാണ് ആ മനുഷ്യൻ. അവന് പിന്നീട് ബോധമുണ്ടായി. വിശപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തെ മറന്നു പോയെങ്കിലും വിശപ്പ് കഴിഞ്ഞപ്പോൾ 2 ഏമ്പക്കം വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബോധം വന്നു. പക്ഷെ അങ്ങനെ ബോധം വന്നിട്ട് കാര്യമില്ല. പിന്നീട് പുള്ളി കരഞ്ഞ്. പക്ഷേ പിന്നീട് അവകാശം പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്താ പക്ഷെ വചനം എന്താ പറയണത്? അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. That's a point. എന്ന് പറഞ്ഞ കണ്ണീരോടെ അവനത് അനുതാപം ആഗ്രഹിച്ചെങ്കിലും അവകാശം ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കുവാൻ അവന് അവസരം കിട്ടിയില്ല. അപ്പൊ അനുതപിക്കാനുള്ളത് ഒരു അവസരമാണ്. നിങ്ങൾക്ക് ദൈവം ഓരോ അവസരങ്ങൾ തരും. എന്നിട്ട് ആൾക്കാരെന്ത് ചെയ്യും? നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും.